പി എസ് പ്രശാന്ത് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പി എസ് പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. പി എസ് പ്രശാന്ത്, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്ലാരിറ്റി വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഒരു കവാടത്തിൻ്റെ ഒരു ശ്രീകോവിൽ കട്ടളയുടെ ചിത്രം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ജയറാം തന്നെ വന്ന് വീഡിയോയിൽ പറയുന്നത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനൊരു അവസരം തനിക്ക് നൽകി, താൻ ഇതിൽ പൂജിച്ചു, കർപ്പൂരം ഒഴിഞ്ഞു എന്നാണ്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ബൈറ്റുകളിൽ, കമ്മീഷണറുടെ ബൈറ്റുകളിൽ, ഇങ്ങനെയൊരു വാതിൽ 2019 അതിനുശേഷമോ ശബരിമലയിൽ നിർമ്മിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തതായോ, ശബരിമലയിൽ നേരത്തെ ഉണ്ടായിരുന്ന വാതിലോ പാളിയോ ഇതേപോലെ, അതായത് ഈ കവാടമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തതായിട്ടോ രേഖകളിലില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു വ്യാജ വാതിലായിരിക്കില്ലേ? അല്ല, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 2019 കാര്യമാണ്. അവിടെ 2 വാതിലുകൾ ഉണ്ട്. 2019 ഒരു വാതിൽ കൂടി ഇദ്ദേഹം സ്പോൺസർ ചെയ്ത് ചെയ്തിരുന്നതായിട്ടാണ് എനിക്കും വിവരമുള്ളത്. 2 വാതിലുകൾ 2019 കാര്യമാണ് ഞാൻ പറയുന്നത്. 2019 ഈ മറ്റേ വിജയമല്യ സ്വർണം പൂശിയത് കൂടാതെ മറ്റൊരു വാതിൽ കൂടി ഇയാൾ സംഭാവന ചെയ്തിരുന്നു എന്നാണ് രേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഇപ്പോൾ ഇയാൾ പൂജിക്കുന്ന, അങ്ങേക്ക് ദൃശ്യം കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇയാൾ പൂജിക്കുന്ന, ഞാൻ ഇതിനിടെ ഇന്റർവ്യൂവിനിടയിലാണ് ഞാൻ അതിനെ വന്നത്. ഓ, അത് ശരി. അപ്പോൾ ഇപ്പോൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീകോവിലിന് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു കവാടം പോലെയാണിത്. അതാണോ അവിടെ സമർപ്പിച്ചിട്ടുണ്ടാവുക? എനിക്ക് ചിത്രം കാണാൻ പറ്റുന്നില്ല. എന്തായാലും അവിടെ 2 വാതിലുണ്ട് എന്നുള്ളത് സത്യമാണ്. 2019 ഇയാൾ കുറെ ആളുകളെ കൂടി പിടിച്ചതായിരിക്കും. ഒരു സ്പോൺസർഷിപ്പിൽ ഒരു മറ്റൊരു വാതിൽ കൂടി സമർപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് 2019 ശേഷമാണോ? 19 എനിക്ക് കൃത്യം ഡേറ്റ് എനിക്കറിയില്ല. 2019 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് രേഖകളിലുണ്ട്. അപ്പോൾ തിരുവാഭരണ കമ്മീഷണർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനൊരു പുതിയ വാതിൽ ഘടിപ്പിക്കുകയോ സ്ട്രോങ് റൂമിൽ എത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത് നമ്മളോട്. അല്ല, എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ, അന്ന് രാധാകൃഷ്ണനാണ്, സി ആർ രാധാകൃഷ്ണനാണ്, ആർ ജി രാധാകൃഷ്ണനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരുവാഭരണ കമ്മീഷണർ. അദ്ദേഹം എൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2 വാതിലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് പരിശോധിക്കും. ഒന്ന്, രണ്ടാമത്തേത്, നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ഈ 14 പാളികളും ഉണ്ടല്ലോ, അത് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്. 2019 ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു അക്ഷന്തവ്യമായ അപരാധമാണ്. ഒരു കാരണവശാലും ശബരിമലയിലെ വസ്തുക്കൾ, അത് സ്വർണ്ണപ്പാളി ആവട്ടെ, ശ്രീകോവിലുമായി ബന്ധപ്പെട്ടാവട്ടെ, എന്തും ആവട്ടെ, ദേവസ്വം ബോർഡിന്റെ ഒരു ഉടമസ്ഥതയിലുള്ള സാധനം ഒരു പുറത്തുള്ള ഒരാൾ പക്ഷം കൊടുത്തുവിടാൻ പാടില്ല. അത് കൃത്യമായ കാര്യങ്ങളാണ് മാനുവൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം സ്വാഭാവികമായും അന്ന് കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അക്ഷന്തവ്യമായ അപരാധമാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1998 സെപ്റ്റംബർ മുതൽ, അന്നാണല്ലോ വിജയമല്യ ഇത് പൂശിയത്, അവിടെ മുതൽ 2025 വരെയുള്ള എന്റെ കാലം വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. അതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ, ആർക്ക് വീഴ്ചയുണ്ടെങ്കിലും, ഈ പറയുന്ന എനിക്ക് വീഴ്ചയുണ്ടെങ്കിൽ അതുവരെ പരിശോധിക്കട്ടെ. ഞാൻ അതുകൊണ്ട് അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കോടതിയുടെ വരുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ഞങ്ങൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, കോടതിയോട് ആവശ്യപ്പെടാൻ വേണ്ടി. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇതൊരു വളരെ അയ്യപ്പ ഭക്തരെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. കാരണം സന്നിധാനത്തിരിക്കുന്ന ഒരു സാധനം ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുക എന്ന് പറയുന്നത് ജയറാം ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം കൂടിയല്ലേ ഈ ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ളത്? ഉറപ്പായിട്ട് ആണ്, സംശയം ഉറപ്പായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ ആദ്യമായി ഈ ആരോപണം വരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ദുരൂഹമായിട്ടുള്ളത്. ഇപ്പോഴാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവരങ്ങളൊക്കെ നമ്മൾ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ടല്ലോ, സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലെ, ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആധികാരികത കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴും ഇയാളെ നമ്മൾ കൊടുത്തുവിട്ടിട്ടില്ല. ഇയാൾ അപ്പോഴും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് തരാം, ഞാൻ കൊണ്ടുപോകാം, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് സുരക്ഷിത വാഹനത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഈ ബോർഡ് എടുത്ത ഒരു ജാഗ്രത എന്തുകൊണ്ട് അന്നത്തെ ഉദ്യോഗസ്ഥർ
അത് തിരുവാഭരണം കമ്മീഷണർ ആവട്ടെ, ശബരിമല AO ആവട്ടെ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആവട്ടെ, കൊണ്ടുപോകുന്ന കാര്യത്തിലായാലും തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഉത്തരവാദിത്വം കാണിച്ചില്ല. 2019 ഉദ്യോഗസ്ഥർക്ക് അക്ഷന്തവ്യമായ വീഴ്ച വന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കപ്പെടണം, അതൊക്കെ അന്വേഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്നുള്ള നിലപാടാണ് ഞങ്ങൾ കോടതിയിൽ പിന്നെ പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു ടി എസ് പ്രശാന്ത്. പി എസ് പ്രശാന്താണ് നമുക്കൊപ്പം ചേർന്നത്.